ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു കേട്ടോ. എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നത് കൊണ്ട് 2 ദിവസം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. വേറെ എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഫ്രീ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എഴുതാനും പറയാനൊക്കെ എളുപ്പമായ 2-3 കാര്യങ്ങളാണ് ക്ഷമ, സഹനം, കോപം ഇവയൊക്കെ. പക്ഷെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ എത്രമാത്രം പ്രയാസകരമാണല്ലേ അത് അഭിമുഖീകരിക്കാനായിട്ട്. പ്രത്യേകിച്ച് കോപം. എടുത്തു പറയേണ്ട ഒരു ടോപ്പിക്കാണ് കോപം എന്നുള്ളത്. കോപം നല്ലതോ ചീത്തയോ അല്ല, അതൊരു വികാരം മാത്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ കോപം എന്നൊരു വികാരം അത് നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ്. അത് പക്ഷെ പല തലത്തിലാണെന്ന് മാത്രം. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലരെല്ലാം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ അവസാനം സഹി ഇടുമ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ആസ്പദമാക്കിയ ഒരു സ്റ്റോറി ആണോ റിയാലിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ നമുക്കത് ഒരു സ്റ്റോറി ആയിട്ട് തന്നെ എടുക്കാം. ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറി നിങ്ങളെ എടുത്തൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റോറി കേൾക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കോപം എന്ന വികാരം അത് എങ്ങനെയാണെന്നും ഏത് തരത്തിലാണെന്നും അതെങ്ങനെ എത്രമാത്രം നമുക്ക് ശമിപ്പിക്കാൻ പറ്റുമെന്നും ഏതൊക്കെ രീതിയിൽ അത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഒക്കെ ഈ ഒരു സ്റ്റോറി കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ സ്റ്റോറി കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിലൊന്ന് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നേരെ സ്റ്റോറിലോട്ട് കിടക്കാം. ഇത് യങ് കപ്പിളായ പ്രശാന്ത്, രമ്യ എന്നിവരുടെ കഥയാണിത്. അപ്പം ഇവർ രണ്ടും മതസ്ഥരാണ്. പക്ഷേ ഇവർ നല്ല സ്നേഹത്തിലാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം രണ്ടുപേരും 2 മതസ്ഥരായതുകൊണ്ടാണ്, വേറെ ഒരു കാരണം കൊണ്ടല്ല. 2 മതസ്ഥരായതുകൊണ്ട് വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവരുടെ നിർബന്ധപ്രകാരം വീട്ടുകാർ അവസാനം സമ്മതിക്കേണ്ടി വന്നു. പ്രശാന്ത് ഒറ്റ മോനാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനാണ്. പ്രശാന്തിൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. രമ്യയുടെ അച്ഛൻ വിദേശത്തായിരുന്നു. ഇപ്പം നാട്ടിലൊരു പ്രമുഖ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ചെറുക്കനും പെണ്ണും ഹണിമൂണിന് പോകുന്ന ഒരു ചടങ്ങുള്ളതാണ്. അപ്പോൾ ഇവർ ഹണിമൂണിന് പോകാനായിട്ട് തീരുമാനിച്ചു. രമ്യയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവരുടെ കല്യാണത്തിന് മുമ്പേ രമ്യയുടെ വീട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും യാത്രയിലും എല്ലാം രമ്യയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി ഇവിടെയും, അതായത് പ്രശാന്തിൻ്റെ വീട്ടിലും ഫോളോ ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു രമ്യയ്ക്ക്. അതുകൊണ്ട് തന്നെ രമ്യ പ്രശാന്തിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ട്രിപ്പ് പോകുമ്പം അച്ഛനെയും ഒപ്പം കൂട്ടാം എന്ന് പറഞ്ഞു. അച്ഛനെയും ഒപ്പം കൂട്ടാമെന്ന്. പക്ഷെ പ്രശാന്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാലും രമ്യയുടെ നിർബന്ധപ്രകാരം പ്രശാന്തും രമ്യയും കൂടെ പോയി. പ്രശാന്തിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട്, അച്ഛനും കൂടെ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആദ്യമൊക്കെ വിസമ്മതം മൂളി. കാരണം അച്ഛന് നന്നായിട്ട് പുറം വേദനയുള്ളതാണ്, ഒരുപാട് നേരം ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കാരണമൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവരുടെ നിർബന്ധപ്രകാരം അവസാനം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ആതിരപ്പള്ളിക്കാണ് കേട്ടോ ഇവർ യാത്ര പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ പോകുന്ന ആ ഒരു ദിവസം എത്തി, യാത്ര തുടങ്ങി കേട്ടോ. തുടങ്ങിയ ആ നിമിഷം തൊട്ട്, വണ്ടിയെ കയറി ആ ഒരു സമയം തൊട്ട് പ്രശാന്തിനെ അച്ഛൻ ഇങ്ങനെ ഉപദേശിച്ചും വഴക്ക് പറഞ്ഞൊക്കെയാണ് ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നത്. പ്രശാന്തിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് വിമർശിക്കുന്നു, അങ്ങനെ ഉപദേശിക്കുന്നു, പിന്നെ സ്വന്തം ഭാര്യേനെക്കുറിച്ച് കുറ്റം പറയുന്നു. ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ യാത്രയൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരൊന്നും മറുപടി കൊടുത്തില്ല. അച്ഛൻ ഇങ്ങനെ പറയുന്നതല്ലാണ്ട് പ്രശാന്തിൻ്റെ ഭാര്യയോ ഒന്നും സംസാരിച്ചതേ ഇല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ എന്ന് ആ ഒരു ചിന്തയിലായിരുന്നു അവരും. അപ്പോൾ അങ്ങനെ കുറച്ചങ്ങെത്തി. ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. ആദ്യം നിർത്തിയ ഹോട്ടലിൽ പിന്നെ നോൺ വെജിൻ്റെ സ്മെല്ലായതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും പ്രശാന്തിനോട് അച്ഛൻ എടാ അങ്ങനെയല്ല ഡ്രൈവിങ് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രശാന്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു കേട്ടോ. കുറേ നേരമായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പ്രശാന്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യുക, എന്നാൽ അച്ഛൻ മുമ്പിൽ വന്നിരുന്ന് ഡ്രൈവ് ചെയ്യും, ഞാൻ പുറകിലിരിക്കാമെന്ന് അത്രയും പ്രശാന്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമത് ഈ അടുത്ത ഹോട്ടലിൽ കയറി പ്യുവർ വെജിറ്റേറിയനായ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അച്ഛനെ വിളിച്ചു. വണ്ടി അവിടെ നിർത്തി. ഇവർ പുറത്തിറങ്ങി, അച്ഛനെ വിളിച്ചു. അച്ഛൻ വന്നില്ല.
2 പ്രാവശ്യം വിളിച്ചു, അച്ഛൻ വന്നില്ല. കാരണം പ്രശാന്ത് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ്, അതായത് അച്ഛൻ വന്ന് ഡ്രൈവ് ചെയ്യ് എന്ന ഒരു സംസാരത്തിൻ്റെ പേരിലാണ് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വരാണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പോകുന്ന വഴിക്കൊക്കെ അച്ഛൻ്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞ് ഇവരിങ്ങനെ ടോർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് നടുവേദനയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായിരുന്നു, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചത്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഇവരിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. യാത്രയിലുടനീളം ഇങ്ങനെയൊക്കെയായിരുന്നു സംസാരം അച്ഛൻ്റെ. അപ്പം പെട്ടെന്ന് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലെന്ന് മനസ്സിലായി. പ്രശാന്തിന് മനസ്സിലായി അച്ഛന് വാശിയാണെന്ന്. ആ ഒരു സമയം പ്രശാന്ത് പെട്ടെന്ന് തന്നെ കാറിലോട്ട് തിരിച്ചു കയറി തുരുതുരാ വണ്ടി ഓടുന്ന റോഡിലോട്ട് പ്രശാന്തിൻ്റെ വണ്ടി ഓടിച്ചു കയറ്റാൻ നോക്കി കേട്ടോ. പ്രശാന്തിന് ആ ഒരു സമയം ഉണ്ടായ ദേഷ്യം അവൻ തീർത്തത് വണ്ടി തുരുതുരാ വണ്ടി ഓടുന്ന റോഡിലോട്ട് ഇടിച്ചു കയറ്റാൻ വേണ്ടി നോക്കി. സ്വന്തം ഭാര്യയുടെ, അതായത് രമ്യയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ഹാൻഡ് ബ്രേക്കിൽ അവൾ പിടിച്ച് വണ്ടി അവിടെ നിർത്തി. ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സമയം ആ വണ്ടിയിലുണ്ടായിരുന്ന ജീവനുകളെല്ലാം പൊലിഞ്ഞേനെ. അപ്പം ഇവിടെ ഓരോ വ്യക്തിയുടെയും മാനസിക നില നോക്കിയാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രശാന്തിൻ്റെ മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചാൽ അത് അച്ഛൻ്റെ പ്രവൃത്തി കൊണ്ടും സംസാര രീതി കൊണ്ടും മാത്രമാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് യാത്ര പോകുന്ന യങ് കപ്പിൾസ്, ആ യാത്ര തികച്ചും സ്വകാര്യം നിറഞ്ഞതാണ്. പക്ഷേ ആ ഒരു യാത്രയ്ക്ക് സന്തോഷം കൂട്ടാനായിട്ടാണ് പ്രശാന്തിൻ്റെ ഭാര്യ അച്ഛനെയും കൂടെ കൂട്ടാം എന്ന ഒരു തീരുമാനത്തിലെത്തിയത്. യാത്ര തുടങ്ങി ആ ഒരു നിമിഷം തൊട്ട് തൻ്റെ മകൻ്റെ ഭാര്യേൻ്റെ മുന്നിൽ മകനെക്കുറിച്ചും ഭാര്യനെക്കുറിച്ചും മോശമായിട്ട് തന്നെ സംസാരിച്ചു. ആ യാത്രയുടെ ഭംഗി അങ്ങ് ഇല്ലാണ്ടാക്കുകയാണ് അച്ഛൻ ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ കാരണം അച്ഛൻ്റെ നടുവേദനയാണ്. അച്ഛൻ്റെ ശാരീരികപരമായിട്ടുണ്ടാകുന്ന വേദനയാണ് അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത്. എന്നാലും തന്നെ സ്നേഹത്തോടെ ഒപ്പം കൂട്ടിയ തൻ്റെ മകൻ്റെയും മകൻ്റെ ഭാര്യയുടെയും യാത്രയ്ക്ക് ഉടനീളം അശാന്തി പരത്തിയ അച്ഛൻ്റെ വാക്കുകൾ അത് അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അച്ഛൻ ചെയ്ത ഒരു തെറ്റ് തന്നെയാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. രമ്യയെ സംബന്ധിച്ച് ആദ്യത്തെ യാത്ര അത് വളരെ മോശമായൊരു അനുഭവമായിരുന്നു. പ്രശാന്ത് ആകട്ടെ തൻ്റെ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യം ഉള്ളിൽ ഒതുക്കി അവസാനം ഒരു ദുർബല നിമിഷത്തിൽ പെട്ടെന്ന് ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുകയും സ്വന്തം ജീവൻ നഷ്ടമായേക്കാവുന്ന ആ ഒരു തലത്തിലോട്ട് എത്തുകയും ചെയ്തു. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേഷ്യം ഉള്ളിൽ അടക്കി വെക്കുന്നതല്ല ക്ഷമ എന്നുള്ളത്. ദേഷ്യം ഒരു ഉരുൾപൊട്ടൽ പോലെയാണ്. പാറകൾക്കിടയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് അവസാനം അതൊരു വലിയ ഉരുൾപൊട്ടലായി ആ ഒരു പ്രദേശത്തെ ജീവനുകളും വീടുകളെല്ലാം നശിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥ. അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ കൂട്ടി വെച്ച് അവസാനം ആ ഒരു ദേഷ്യം പെട്ടെന്ന് നമ്മളെ പുറത്തോട്ട് എടുക്കുമ്പോൾ അതൊരു വലിയ ദുരന്തത്തിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ തന്നെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും നമ്മളടുത്ത് സംസാരിച്ചാൽ പെട്ടെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരുമല്ലേ. പക്ഷേ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്ത് അവരെന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ അങ്ങനെ സംസാരിച്ചത്, എന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് അവരങ്ങനെ സംസാരിച്ചത് എന്ന് ഉള്ളൊരു വ്യക്തത നമ്മൾ വരുത്തിയ ശേഷം മാത്രം അവർക്കുള്ള മറുപടി കൊടുക്കുക. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ മറുപടി കൊടുത്താൽ ചിലപ്പം അവരുടെ ആ ഭാഗത്ത് തെറ്റ് കാണത്തില്ല. അവരെ നമ്മൾ കൊടുക്കുന്ന ആ മറുപടി ഒരുപാട് വിഷമിച്ചേക്കാം. പിന്നീട് നമ്മൾ ചെയ്ത് തെറ്റാന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിലും ഉണ്ടാവും. നമ്മൾ മോശമായിട്ട് എന്ത് പറഞ്ഞാലും അത് പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. ഇവിടെ ഈ ഒരു കഥയിലും അത് തന്നെയാണ് സംഭവിച്ചത്. പ്രശാന്തിൻ്റെ അച്ഛനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അച്ഛൻ്റെ നടുവേദനയാണ് അച്ഛനെ ഇങ്ങനെ പറയാനും പ്രകോപിപ്പിക്കാനൊക്കെ ഇടവരുത്തിയ ഒരു കാര്യം. പക്ഷെ അത് പ്രശാന്തിന് മനസ്സിലായില്ല. പ്രശാന്ത് അത് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ പ്രശാന്തിൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു ദേഷ്യം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പ്രശാന്തിന് പറ്റിയേനെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് ചെയ്യാൻ ശ്രമിക്കുക. കോപം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കോപം നിയന്ത്രിക്കാനുള്ള നമ്മൾ മനുഷ്യരാണ്.
കോപം വരും. അപ്പോൾ ഈ കോപം നിയന്ത്രിക്കാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യം, കോപം, അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളതെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഒരു പരിധി വരെ ഈ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോപം ദേഷ്യമൊക്കെ ശമിപ്പിക്കാൻ പറ്റും. അതിനായിട്ടുള്ള ഒന്നാമത്തെ ടിപ്സാണ് നല്ല മെലഡി സോങ്സ് കേൾക്കുക. ഞാൻ ഒരുപാട് പാട്ട് കേൾക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് നല്ല അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. നല്ല മെലഡി സോങ്സ് ഇഷ്ടപ്പെടുന്നവരാണ് മെലഡി സോങ്സ് കേൾക്കുക. ഏത് രീതിയിലുള്ള പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത് അവരവരുടെ ഇഷ്ടത്തിനും റേഞ്ചും അനുസരിച്ചുള്ള പാട്ടുകൾ കേൾക്കുക. ഒരു പരിധിവരെ കോപം ശമിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ പുറത്തോടേക്കൊന്ന് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കുക. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് ആരോടാണോ ദേഷ്യം തോന്നുന്നത് ആ വ്യക്തി നമ്മളെ ചെയ്തിട്ടുള്ള നന്മകൾ ആ ഒരു സമയത്ത് ഓർക്കുക. അപ്പം ആ വ്യക്തിയോടുള്ള ദേഷ്യം നമുക്ക് കുറച്ച് അങ്ങ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. പുസ്തകമൊക്കെ വായിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആത്മീയപരമായ പുസ്തകങ്ങൾ ആ സമയത്ത് എടുത്ത് വായിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങ് ശീലിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തെ നമുക്കൊരു പരിധി വരെ ശമിപ്പിക്കാനായിട്ട് സാധിക്കും. ആ ദേഷ്യത്തെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കും. മനസ്സിലെ സന്തോഷം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഈ കൊച്ചു ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനോട് അമർത്തിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.